അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പിണ്ടമുണ്ട്. അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി, അത് മോശമായാൽ ശരീരം മൊത്തം മോശമായി. അതെന്താണെന്നറിയോ? അലാ വഹിയൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം മോശമായാൽ മൊത്തത്തിലെല്ലാം മോശമാകും. സലീമായ ഖൽബോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലേണ്ടത്. ഹൃദയത്തിൽ മോശത്തരങ്ങളില്ലാത്ത, ഹൃദയത്തിൽ കുനിഷ്ടുകളില്ലാത്ത, ഹൃദയത്തിൽ മറ്റൊരു ചിന്തയും ഇല്ലാത്ത, മോശപ്പെട്ട ചിന്തകളില്ലാത്ത നല്ല ഖൽബുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ കഴിയണം. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല അള്ളാഹു നോക്കുന്നത്, വഅംവാലിക്കും, നിങ്ങളുടെ മുതലുകളിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിശ്ചയം അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, വഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹൃദയം നന്നായാൽ മൊത്തത്തിലെല്ലാം നന്നായി വിജയം വരിക്കാമെന്ന് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മദീന പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് സ്വഹാബികളും കൂടെയുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് സ്വർഗാവകാശി ഒരാളെ കാണിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന സ്വഹാബത്ത് പറഞ്ഞു, നബിയെ കാണണം. അപ്പോഴാണ് ഒരാൾ വരുന്നത്. ആരാ വരുന്നത്? ഒരു സ്വഹാബി. ആ സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് വുളുവിന്റെ പാടുകളുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ചെരുപ്പുകളുണ്ട്. അങ്ങനെ ഒരു സാധുവായ ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹമാണ് സ്വർഗാവകാശി. രണ്ടാമത്തെ ദിവസവും ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി ചോദിക്കുന്നു. രണ്ടാം ദിവസവും ഇദ്ദേഹത്തെ തന്നെ റസൂലുള്ളാഹി കാണിക്കുന്നു. മൂന്നാം ദിവസവും ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി ചോദിക്കുന്നു. മൂന്നാമത്തെ ദിവസവും ഇദ്ദേഹത്തെ തന്നെ കാണിക്കുന്നു. ഈ സമയം സഹാബികൾക്കൊക്കെ അത്ഭുതമായി. ഇദ്ദേഹത്തിന് എന്താ ഇത്രക്കാരം പ്രത്യേകത? അദ്ദേഹത്തിന്റെ പ്രത്യേകത ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും രഹസ്യമായി എന്തെങ്കിലും അമലുണ്ടാവും സ്വർഗത്തിൽ കിടക്കുന്ന, അതൊന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു അങ്ങനെ പോവാൻ. അങ്ങനെ പോയി വീട്ടിലെത്തിയിട്ട് അബ്ദുല്ലാഹ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കാനുള്ള അവസരം തരണം. ഞാൻ എൻ്റെ ഉപ്പയുമായി ചെറിയൊരു പിണക്കത്തിലാണ്, തൽക്കാലം ഒന്ന് പറഞ്ഞൊപ്പിക്കുകയാണ്. ഉപ്പയുമായി പിണക്കത്തിലാണ്, അതുകൊണ്ട് താമസിക്കാൻ അവസരം തരണം. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യന്റെ, റസൂലുള്ളാഹി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ സ്വഭാവം എന്ത്, അദ്ദേഹത്തിന്റെ രഹസ്യമായ അമൽ ഇത് കണ്ടുപിടിക്കാനാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. എല്ലാ വിധത്തിലും അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് ഉറങ്ങാതെ കിടന്നു, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ. പക്ഷെ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കിടന്നതുപോലെ ഇദ്ദേഹവും കിടക്കുന്നു. നേരം വെളുക്കുന്നതിന്റെ മുമ്പായി തഹജ്ജുദിന് എണീക്കുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസും തഹജ്ജുദിന് എണീക്കുന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബ്ഹി നിസ്കരിക്കുന്നു. നേരം വെളുത്ത് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിവിടെ വന്നത് ശരിക്കു പറഞ്ഞാലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വർഗാവകാശിയാണെന്ന് നിങ്ങളെക്കുറിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യം എന്ത് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാളൊക്കെ ചെയ്യുന്നത് പോലെയല്ലാതെ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു അമലും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താണ് റസൂലുള്ളാഹി നിങ്ങൾക്ക് സ്വർഗം തരാൻ, സ്വർഗാവകാശിയാണെന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ സ്വഹാബി പറയുന്നു, ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക അമലൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഖൽബിൽ ആരോടും പിണക്കമില്ല, ആരോടും മോശമായ ചിന്തയില്ല. എൻ്റെ ഖൽബിൽ യാതൊരു വിധത്തിലുള്ള മോശപ്പെട്ട ചിന്തകളോ കിബ്റോ ഹസദോ അങ്ങനത്തെ ഒരു സംഗതിയും എൻ്റെ മനസ്സിലില്ല. ഇതല്ലാതെ വേറെ ഒരു പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ അല്ലാതെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല എന്ന് മഹാനായ സ്വഹാബി പറഞ്ഞപ്പോൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത് അവൻ്റെ സലീമായ ഹൃദയമാണ്. ഒന്നുമില്ലാത്ത, മോശപ്പെട്ട ചിന്തകളില്ലാത്ത, മോശപ്പെട്ട മനസ്സിൻ്റെ അവസ്ഥയില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിലേക്ക് വളരെ സുന്ദരമായി കടന്നു പോവാം എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നല്ല കൽബോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.